തൃശൂരിലും കോൺഗ്രസിന് വിമതൻ. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ മുൻ കോർപ്പറേഷൻ കൌൺസിലർ ജയപ്രകാശ് പൂവത്തിങ്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മത്സരം. ഒരു വിഭാഗം ആളുകളെ മാത്രം പരിഗണിക്കുന്നു എന്നാണ് ജയപ്രകാശ് ആരോപിക്കുന്നത്. ഇവിടെ ഒരു വിഭാഗത്തിന് മാത്രമാണ് കീ പോസ്റ്റുകൾ മുഴുവൻ പതിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മേയർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഇവിടുത്തെ തൃശ്ശൂരിൻ്റെയൊക്കെ സ്ഥാനാർത്ഥി, അതുപോലെ KPCC ഭാരവാഹികൾ എന്ന് വേണ്ട എല്ലാ താക്കോൽ സ്ഥാനം ഒരു വിഭാഗത്തെ മാത്രം, മറ്റുള്ള വിഭാഗങ്ങളൊന്നും ഇവർ മൈൻഡ് തന്നെ ചെയ്യുന്നില്ല. ഇതിൽ ശക്തമായ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പല ആൾക്കാർക്കും വിഷമമുണ്ട്. അടുത്ത വിശദാംശങ്ങൾ സാനു കെ സജീവൻ നൽകും. സാനു, കടുത്ത അതൃപ്തിയിലാണ് ജയപ്രകാശ് പൂവത്തിങ്കൽ. ഏതായാലും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. തൃശൂരിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയ വിമത ശല്യം അത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്? രാഖി, ജയപ്രകാശ് പൂവത്തിങ്കലാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. രാജൻ പല്ലനാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് തൃശൂർ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശൂരിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന, ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അത് മാത്രമല്ല, ജയപ്രകാശ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു വിഭാഗം ആളുകളെ മാത്രം പരിഗണിക്കുന്ന നിലയിലേക്ക് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം മാറിയിട്ടുണ്ട് എന്നാണ് ജയപ്രകാശ് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ തൃശൂർ മേയർ സ്ഥാനത്തേക്കുള്ളതും, അതേപോലെ തന്നെ DCC അധ്യക്ഷനായിട്ടുള്ളതും, അതേപോലെ തന്നെ നിലവിൽ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും, അതേപോലെ ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികളടക്കം ഒരു വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്നവരാണ്. മറ്റു വിഭാഗങ്ങളെയെല്ലാം പാടെ അവഗണിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പോലും പ്രത്യക്ഷപ്പെട്ടത് നമ്മളെല്ലാം വാർത്ത നൽകിയതാണ്. ഈ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ഒരു വിഭാഗത്തിന് വേണ്ടി കോൺഗ്രസിനെ വിറ്റുതൊളിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ മറ്റ് സമുദായങ്ങളെ വേണ്ട രീതി പരിഗണിക്കാത്ത ഒരു നേതൃത്വമാണ് DCCയിലുള്ളതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് പോസ്റ്ററിലുണ്ടായിരുന്നത്. എന്തായാലും അത് വലിയ അതൃപ്തിയായിട്ട് പുകയുന്നു എന്നാണ് ജയപ്രകാശിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വിഭാഗത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ട് അല്ലെ അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നേതൃത്വത്തിനെതിരെ വലിയൊരു വിഭാഗം കടുത്ത എതിർപ്പുമായി രംഗത്തുണ്ടെന്നും ഇതോടെ നമുക്ക് വ്യക്തമാകുകയാണ്. എന്തായാലും ഈ ജയപ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം തെല്ലൊന്നുമല്ല കോൺഗ്രസിനെ വലയ്ക്കുന്നത്. കാരണം വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടുകളും അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ജയപ്രകാശ് പിടിക്കുന്ന ഓരോ വോട്ടുകളും കോൺഗ്രസിന്റെ അല്ലെ UDFന്റെ വിജയത്തെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുമെന്നടക്കം നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം നിലവിൽ ചർച്ചയ്ക്കൊക്കെ ജയപ്രകാശുമായിട്ട് എത്തിയിട്ടുണ്ടെങ്കിലും വഴങ്ങുന്ന നിലപാട് ജയപ്രകാശ് സ്വീകരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകും, കോൺഗ്രസിനെതിരെ പ്രചരണവുമായി മുന്നോട്ട് പോകും. താൻ ഇപ്പോഴും സ്ഥാനാർത്ഥിയാണ്, താൻ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്, അതേപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്, മുൻ കൗൺസിലറാണ്. കോൺഗ്രസിനെ വിട്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കില്ല. പക്ഷേ നേതൃത്വത്തിൻ്റെ ഇത്തരം തെറ്റായ നിലപാടിനെതിരെ പോരാടും. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ജയപ്രകാശ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി സാനു, എന്തായാലും തൃശൂർ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് വിമതശല്യം രൂക്ഷമാണ് എന്നുള്ളതല്ല, അതിനപ്പുറം കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ് ജയപ്രകാശ് പൂവത്തിങ്കൽ.